ചോട്ടിലെ ഒരു പൂങ്കുയിൽ ചൊല്ലി. അറിയോ കൂവടയിലാണ് അവര് ഫുഡ് തരുന്നത് കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. കൂവടയില അതായത് അവര് മറച്ചൊക്കെ വെച്ചിട്ടിരിക്കുന്ന നല്ല ദോശയാണ്. ഹായ് ഫ്രണ്ട്സ്, എതു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പൊന്മുടിയിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് പൊന്മുടിക്ക് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്ത വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് വേണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോകുന്ന ഉല്ലാസയാത്രയുടെ വണ്ടിയാണിത്. ആയിട്ടുണ്ട്. വണ്ടിയിൽ എല്ലാവരും കയറാൻ വേണ്ടി നിൽക്കുവാണ്. ഇപ്പോൾ നമ്മളുള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. അതായത് തമ്പാനൂർ നമ്മുടെ KSRTCന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നാട്ടുമാവിൻ ചോട്ടിലെ ഒരു പൂങ്കുയിൽ ചൊല്ലി, കാറ്റിലാടി പൂത്തമാവുകൾ തോൾമഴ കൊള്ളും. കാട്ടുചോലയിലോയലാടി കാട്ടുപെണ്ണെത്തി, കാട്ടുചോലയിലോയലാടി കാട്ടുപെണ്ണെത്തി, കാട്ടുചോലയിലോയലാടി കാട്ടുപെണ്ണെത്തി. താങ്ക് യു. നമ്മുടെ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്നുള്ള നമ്മുടെ ഈ പൊന്മുടിയിലേക്ക് ഉള്ള യാത്രയിൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും പാട്ടൊക്കെ ആയിട്ട് വളരെ നല്ല സന്തോഷത്തിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ഇന്ന് സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ പൊന്മുടി മാത്രമല്ല, അതിനു മുൻപേ നമുക്ക് ആദ്യം നമ്മൾ സന്ദർശിക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. രണ്ടാമതായിട്ട് നമ്മൾ അതായത് കോട്ടൂർ പറഞ്ഞിട്ടുള്ള ആനസങ്കേതമാണ്. മൂന്നാമതായിട്ട് നമ്മൾ സഞ്ചരിക്കുന്നത് നെയ്യാർ ഡാം. നാലാമതാണ് പൊന്മുടി. അപ്പോൾ നമ്മൾ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോണ വഴിയാണത്. അപ്പോൾ നമുക്ക് നമ്മുടെ KSRTCക്ക് മാത്രമേ നമുക്ക് ഇവിടെ പെർമിഷൻ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. വേറെ ആർക്കും പെർമിഷൻ ഇല്ല. ഇതൊരു വനമേഖലയാണ്. ഇവിടെ ഇതിനുള്ളിൽ അല്ലാതെ ഈ ഒരു ഏരിയയിൽ 100-200 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. സോ വേറെ ആർക്കും ഇവിടെ പോകാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് ഈ സ്ഥലം സന്ദർശിക്കണമെങ്കിൽ നമുക്ക് വനം വകുപ്പിൻ്റെ പ്രത്യേകിച്ചിട്ടുള്ള പെർമിഷനോട് കൂടി മാത്രമേ ഇവിടെ സന്ദർശിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ KSRTCക്ക് ആ ഒരു പെർമിഷൻ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇതിലൂടെ പോകാനുള്ളൊരു ഭാഗ്യം തന്നെ ഉണ്ടായത്. എന്തായാലും നിങ്ങൾക്കൊരു ഡൗട്ടില്ലേ, അതായത് ഏത് വനമേഖലയാണ് ഇതെന്നുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു വനമേഖലയുടെ പേരാണ് ചോനാംപാറ. അതായത് നമ്മുടെ അഗസ്ത്യകൂടത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് ഇത് പറയുന്നത് ഇവര്. അപ്പം ചോനാംപാറ എന്നാണ് നമ്മുടെ ഈ വനമേഖലയുടെ പേര്. പിന്നെ ഒരുപാട് ഉള്ളിലേക്കാണ്. അതുപോലെ ഭയങ്കര വളരെ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. ഇവിടെയാണ് ഒരു 200 കുടുംബങ്ങൾ താമസിക്കുന്നത്. ഒരുപാട് മൃഗങ്ങൾ നമ്മൾ വരണ വഴിക്ക് ഇതേപോലെ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ആനയൊക്കെ വരുന്ന സ്ഥലം തന്നെയാണിത്. എനിക്ക് വളരെ അതിശയമായിട്ടുള്ളൊരു കാര്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ തിരുവനന്തപുരം ഇത്രയും വലിയ സിറ്റിയിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു ഫോറസ്റ്റ് ഏരിയ വരുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഫോറസ്റ്റ് ഏരിയ കടക്കുമ്പോൾ തന്നെ വളരെ തണുപ്പും വളരെ വളരെ നല്ലൊരു ക്ലൈമറ്റാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളിത് ഫസ്റ്റ് കാണുന്ന കുഞ്ഞൊരു അരുവിടെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ചോനാംപാറ, സോറി കേട്ടോ, എനിക്കതിന്റെ പേര് കിട്ടുന്നില്ല. ചോനാംപാറ എന്നാണ് ഈ ഒരു ഇതിന്റെ പേര്. ഭയങ്കര തണുത്ത വെള്ളമാണ് കേട്ടോ. ഭയങ്കര തണുത്ത വെള്ളമൊക്കെയാണ്. എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഭയങ്കര ഒരു നല്ലൊരു ഇത്രയും നേരം നമ്മൾ നഗരത്തിൽ നിന്നൊക്കെ വന്നിട്ടൊരു ബ്രീച്ച് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നല്ലൊരു ശുദ്ധമായ വായു, എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റ്, തണുപ്പൊക്കെ ആയിട്ട് ഇവിടെ ആനയൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ അവർ പറഞ്ഞത് ഒരു 200 കുടുംബങ്ങൾ, ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മുടെ ബസ്സൊക്കെ അവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. നല്ല വേറൊരു വൈബ് തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 550 റുപ്പീസ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓൺ വെഹിക്കിളിൽ പോലും നമുക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോവാൻ വളരെ പ്രയാസമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ KSRTC ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഫോറസ്റ്റിലേക്ക് പെർമിഷൻ കിട്ടിയത്. അതായത് വേറെ ഒരു ബസ്സിനും നമുക്ക് ഇവിടെ പെർമിഷൻ ഇല്ല.
നമ്മുടെ KSRTC ഈ ട്രിപ്പിന് മാത്രം, ഈ ട്രിപ്പിലുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഈ ട്രിപ്പിന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. എങ്കിലാണ് എന്തെല്ലാം കാഴ്ചകളാണ് ഉള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും, ഞാൻ ക്രിസ്മസ് ദിനത്തിലാണ് പോയത്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ആക്ച്വലി കഴിയുന്നുണ്ടാവുള്ളൂ. സോ എല്ലാവർക്കും എന്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അതിന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ആനത്താർ, അതായത് ഇങ്ങനെ എല്ലാവർക്കും കാണാം, ഇത്രയും ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ആന ഇതിനകത്ത് അപ്പുറത്തോട്ട് കിടക്കില്ല. അതിനുള്ള സേഫ്റ്റിയാണ് ഈ ആനത്താരെന്ന് പറയുന്നത്. അതായത് ഇത്രയും രീതിയിൽ ചാലെടുത്തിട്ടുന്ന ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് കോടമീനിന്റെ അനുഭവം നമുക്ക് കിട്ടാൻ കഴിയുന്നുണ്ട്. ഒരു അപൂർവം ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ തന്നെ കിട്ടാറുള്ളൂ. ഈ കോടമീൻ എന്ന് പറയുന്നത് നമുക്ക് കാശുകൾ കിട്ടാമെന്ന് വേണ്ടി നടക്കുന്ന കാര്യമല്ല, നമ്മൾ ബഹളം വെച്ചിരിക്കുന്നതല്ല, ഇത് പ്രകൃതി തരുന്നതാണ്. ഇന്നത് കുറച്ചൊരു 6 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമുണ്ട്. ഫോറസ്റ്റ് ഏരിയ ആണ്, പക്ഷെ നമുക്ക് തനിയെ പോകാൻ പറ്റില്ല, ഗൈഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം നിറച്ചും കിടങ്ങുകളൊക്കെ ഉണ്ട്, കാരണം അതിൻ്റെ അപ്പുറത്തൊരു 200 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമൊക്കെയാണ്. സോ എന്താ പറയുക, ഇവിടെ നമുക്ക് KSRTC ട്രിപ്പ് ആയതുകൊണ്ട് മാത്രം നമുക്ക് ഇവിടെ പെർമിഷൻ കിട്ടിയതാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടില്ലായിരുന്നു. സാധാരണ ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വനംവകുപ്പിന് പ്രത്യേകിച്ചുള്ള നമ്മുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഫോറസ്റ്റ് ഏരിയക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോട്ടൂർ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇനി നേരെ പൊന്മുടിയിലേക്ക് പോകുന്നുണ്ട്. പൊന്മുടിയുടെ മുന്നേ വേറെ ഏതൊക്കെ സ്ഥലത്ത് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആക്ച്വലി നമുക്ക് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ, അതിന് ചോദിക്കണം. സോ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു ചെറിയൊരു കട ഉണ്ട്, ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ദെൻ കഴിച്ചിട്ട് നമുക്കിനി അടുത്ത യാത്രയിലേക്ക് പോകുന്നത്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം, മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. എത്ര വർഷമായി അങ്കിളെ? 40 വർഷം അല്ലേ? തൈലൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ എല്ലാവരും റെഡിമെയ്ഡ് വന്ന സമയത്ത് ഇപ്പം കുറവാണ്. മരുന്നുകൾക്ക് എങ്ങനെ വൈദ്യനാണ്? അങ്കിള് പേർഷ്യയിലുണ്ടായിരുന്നു 10 വർഷം. 5-6 വർഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അങ്കിളുടെ ജോലി? തയ്യലായിരുന്നു. തയ്യലായിരുന്നോ? തയ്യലെന്നുള്ളത് തൊഴിലിന്റെ കണ്ടിട്ട് ഇന്നത്തെ കാലത്ത് വളരെ വിരളമായി മാത്രം കാണുന്ന പഴയ കാലത്തെ കടകളാണ്, ഫുൾ തടി കൊണ്ട് നിർമ്മിച്ചുള്ള കടകളാണ്. ഇന്ന് ഇങ്ങനത്തെ കടകൾ കാണാൻ വളരെ പ്രയാസമാണ്.
ഹായ് ഫ്രണ്ട്സ്, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക, കോട്ടൂർ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ദോശ മതി, 2 ദോശ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക, കൂവടയിലാണ് അവർ ഫുഡ് തരുന്നത് കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. കൂവടയിൽ അതായത് അവർ മറച്ചൊക്കെ വെച്ചിട്ടിരിക്കുന്നതാണ്. ചേട്ടാ ഇത് വേണ്ട. നമ്മുടെ നെയ്യാറ്റിൻകരയത്തെ ബാബു ചേട്ടനാണ്. ഇവരൊക്കെയാണ് സെർവ് ചെയ്യുന്നത്. ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ഇവർ. എല്ലാ യാത്രക്കാരുമായിട്ട് ഭയങ്കര ഒരു ഇതാണ്. നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരെയും. സോ തീർച്ചയായിട്ടും നമ്മുടെ KSRTCയും എല്ലാവരും, അല്ലെ KSRTC ഒക്കെ നല്ല രീതിയിൽ വിജയങ്ങളിൽ ഉണ്ടാവട്ടെ. കാരണം ഇത്ര നല്ല സർവീസാണ് ഇവര് ചെയ്യുന്നത്. വേറൊരു ചേട്ടൻ ഫുൾ സർവീസാണ്. 2 ദോശ മതി. അപ്പൊ ഇത് കണ്ടോ, കൂടയിലാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. 2 ദോശ കൂടയിലേക്കാണ് നല്ല ദോശയാണ്. നല്ല ചട്നി കേട്ടോ. ഇവിടെ ചട്നിക്ക് ഇവര് ചമ്മന്തി എന്ന് പറയാം. നമ്മള് ഇവിടെ ചട്നി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല. 2 ദോശ മാത്രമേ കഴിക്കുള്ളൂ. നല്ല ദോശയാണ്. രണ്ടെണ്ണം വെറുതെ പറയണേ. നല്ല ഫുഡാണ് കേട്ടോ. പക്ഷെ നല്ല ഇന്നലെ നല്ല ചൊടിയായിട്ട് നന്നായിട്ടുണ്ട്. രസമുണ്ടെന്ന് വേണ്ട, അത് വേണ്ട. എനിക്കിഷ്ടമല്ല. അപ്പൊ പൊന്മുടി വരണമെങ്കിൽ നമ്മുടെ നെയ്യാറ്റിൻകര ഡിപ്പോടെ, KSRTC ഡിപ്പോടെ നമ്മുടെ BTSയുടെ ട്രിപ്പ് ഉണ്ട്. ജസ്റ്റ് 550 ഓൺലി. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വരാം, പങ്കെടുക്കുക. നിങ്ങൾക്ക് വേറൊരു അനുഭവം തന്നെയായിരിക്കും. കഴിക്കട്ടെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഞാൻ ഈ പൊന്മുടിയുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു 3 പാട്ടായിട്ടാണ് ഇടാൻ വിചാരിക്കുന്നത്. കാരണം കുറച്ച് കൂടുതലുണ്ട്. അപ്പം ചെറിയ പാട്ടായിട്ടാണ് ഇടാൻ വിചാരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെയ്യാർ ഡാമിലെ ഒരു വഞ്ചി സവാരിയും അതുകൂടാതെ തന്നെ കോട്ടൂരിലെ ഒരു ആനസംഗീതത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം.